ഗായ്സ്, നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ബസ് വരുന്നത് അങ്ങോട്ടാണോ അങ്ങോട്ട് പോകുന്നു അല്ലേ? ആണോ മൈക്ക്? മൈക്ക് 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 രാവിലെ തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. മൈക്ക് മൈക്ക് നമ്മുടെ ബസ് വന്നിരിക്കുകയാണ്. ബസ് എങ്ങോട്ടാ പോകുന്നത്? അതാണ് ഹൈവൈക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഹൈവൈക്കുമിനാണ് പോകുന്നത് ഗായ്സ്. ഓക്കെ ഗൈസ്, ഒരുപാട് മൽപ്പിടുത്തത്തിന് ശേഷം മൈക്കിയെ വീണ്ടും സ്ട്രോളറിലെത്തി കാഴ്ചയൊക്കെ കണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഹൈവൈക്കും. ഗൈസ്, രണ്ട് സൈഡും പാടമാണ്. എന്ത് പാടമെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മളിപ്പം കുക്കാമിലോട്ടാണ് പോകുന്നത്. ഗൈസ്, ഈ വന്നതാണ് ഹൈവൈക്കുമിൽ പോകുന്ന ബസ്. മീഡിയം ഹെഡ് കഴിഞ്ഞാൽ അടുത്ത ടൗൺ കുക്കാം ആണ്. അപ്പോൾ ഇതൊരു പഴയ വെരി ഓൾഡ് വില്ലേജ്. പക്ഷേ ഭയങ്കര പോഷ് ആൾക്കാരാണ് ഇവിടുത്തെ താമസക്കാർ മൊത്തം. ഓ ഗായ്സ്, ഇവിടെ ഭയങ്കര ടൈറ്റാണ്. ഓട്ടോ ഇടയിലെ വഴിക്ക് നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ വില്ലേജിലോട്ട് വരുമ്പം ചെറിയ വഴിയാണ്. വലിയ പാടം ബസ്സും കാറും എല്ലാം കൂടെ വരുമ്പോൾ വെരി ടൈറ്റ്. വലിയൊരു ട്രാഫിക് സിഗ്നൽ ഇല്ല. ഗൈസ്, ഇവിടെ ഒരു പഴയ ചർച്ചുണ്ട്. UK മുഴുവൻ പഴയ ചർച്ചാണ്. ബട്ട് സ്റ്റിൽ ഇത് വെരി ഓൾഡ് 11th century ചർച്ചാണ്. കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇൻസൈഡ് ദെയർ. പിന്നെ ഇവിടെ ഈ ഓൾഡ് ബിൽഡിങ്സ് എല്ലാം കൺവേർട്ടഡ് ടു പബ്. ആൻഡ് വി കം അക്രോസ് എ ബ്രിഡ്ജ് വിച്ച് ഈസ് one way traffic. ആൻഡ് വി ഹാവ് ദ ബോട്ട്സ്. ഇത് ടെംസ് റിവർ തന്നെയാണ്. സമ്മർ ആയപ്പോൾ എല്ലാവരും ബോട്ടും എടുത്ത് ചാടിയിട്ടുണ്ട്. എവരിബഡി ഈസ് പുറത്ത്. കണ്ടോ, സിംഗിൾ വേ ട്രാഫിക് ഉണ്ടോ? ആഹാ, പഴയ റോൾസ് റോയ്സ് പൊളി. ഇതൊരു വലിയ അടാറ് മാൻഷനാണ്. മാൻഷൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്യും? ഗൈസ്, അങ്ങനെ മൈക്കിൾ ഉച്ച ഉറക്കത്തിലാണ്. ഉറക്ക സമയമായി. ഇപ്പം നമ്മൾ ബസ് കടന്നു പോകുന്നത് ബീക്കൺസിലല്ലോ, ബോണൻറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് ബിഗ് ടൗൺ ഹൈവൈക്കുമാണ്. സോ വി ആർ എൻ റൂട്ട് ടു ദാറ്റ് പ്ലേസ്. ഹൈവൈക്കും എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മലഞ്ചെരുവിലാണ്. അതുകൊണ്ട് നല്ല സ്റ്റീപ്പ് കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല നൈസ് ലാൻഡ്സ്കേപ്പാണ്. അങ്ങനെ ഹൈവൈക്കും എത്തി. ഞങ്ങളെ വിട്ടേച്ച് ബസ് തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. ഇതാണ് ഹൈവൈക്കും ഹൈ സ്ട്രീറ്റ്. പിന്നെ ഇനി നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ഹൈ സ്ട്രീറ്റ് കടകളിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാം. ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയാൻ കൂടുതൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. അപ്പം ചെറിയ ട്രെയിൽ വാക്കിങ്ങും, പിന്നെ ഇവിടെ ഒരു ഹെൽ കേവ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പിന്നെ 1-2 മാൻഷൻസ് കൈൻഡ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട്, വിച്ച് ഈസ് അണ്ടർ നാഷണൽ ട്രസ്റ്റ്.
അതല്ലാതെ വേറെ ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അത് ഫേമസ് ചെട്ടൻ റെയിൽവേയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ബട്ട് ഇറ്റ്സ് ഒബ്വിയസ്ലി ബിഗർ ദാൻ മെയ്ഡൻഹെഡ്. ആൻഡ് സോ ഇവിടെ കൂടുതൽ കടകളും ഹൈ സ്ട്രീറ്റുകളും എല്ലാം ഉണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത് ഇപ്പോൾ കാണുന്ന ഹൈ സ്ട്രീറ്റിലെ മാർക്കറ്റാണ്. അപ്പോൾ അതിലോട്ട് പോവാം. മ്യൂസിക് ബാൻഡാണ്. They are showcasing their talent. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അയാൾ എന്തുവാണ് ആ ടവർ പോലത്തെ സാധനം ഇവിടെ? അതാണ് ചെലോ. ഇത് കൈൻഡ് ഓഫ് ഒരു ഫ്ലീ മാർക്കറ്റ് പോലെ, ഇങ്ങനത്തെ ഹിപ്പി കൈൻഡ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെല്ലാം ടൗണിലെ പോലെ തന്നെ കോമൺ ടെംപ്ലേറ്റ് ഹൈ സ്ട്രീറ്റ്, അതിനോടനുബന്ധിച്ചൊരു ബിഗ് മോൾ. എല്ലാ ടൗണുകളിലും ഇതേ ടെംപ്ലേറ്റ് തന്നെയാണ്. ഇവിടുത്തെ മോളിൻ്റെ പേര് ഈഡൻ. ബാക്കിയെല്ലാം ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം ടെംപ്ലേറ്റ്. ദിസ് ഈസ് ദ ഹൈ സ്ട്രീറ്റ്. ഇതിവിടുത്തെ ഒരു റീറ്റെയിൽ ചെയിനാണ് ടിക്ക മാക്സ്. കൂടുതലും ഡ്രസ്സും അങ്ങനത്തെ ഹോം ഐറ്റംസും ഒക്കെ. ഗായ്സ് ചെവിതല തരുന്നില്ല ഗായ്സ്. പിടിച്ച് ഞാൻ ഗലാഡോയിലെത്തി, പോലീസ് കാറിലെത്തി. അപ്പോൾ കൂട്ടാ ഗലാഡോ പോലീസ് കാർ ലംബോർഗിനി. ഡാ പോലീസ് കാറാന്ന് മനസ്സിലായില്ലേ? അടങ്ങിയിരിക്കാവോ? പൈസ ഇട്ടാ വണ്ടി ഇങ്ങനെ നടന്നോരുള്ളൂ. അത് ഓൾറെഡി ഇട്ട് ഓടി. ഇനി ഓടണമെന്ന് പറഞ്ഞ് കയറിയിരിക്കുകയാണ് നമ്മുടെ താരം മൈക്ക്. മൈക്ക് പോവാം. ലെറ്റ്സ് ഗോ. നോ ലെറ്റ്സ് ഗോ മൈക്ക്. മൈക്ക് മൈക്ക് ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞു. മൈക്കിലിട്ട് വന്നിരിക്കുകയാണ്. മൈക്ക മൈക്ക മൈക്ക. പിള്ളേരെ പറ്റിക്കാനായിട്ട് ഓരോ സ്കീമിങ് ഇങ്ങനെ മോളുകളെല്ലാം വെച്ചിട്ടുണ്ട്. പൈസ ഇടുക, ഓടിക്കുക, ഇത് തന്നെ പരിപാടി. തൽക്കാലം പൈസ ഇല്ലാതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പറ്റിക്കാൻ നമ്മൾ തിരിച്ചും പറ്റിക്കണ്ടേ. ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടിയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇത് തന്നെ കളി. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ഷോപ്പിംഗ് ഇതാണ് എച്ചാൻഡം. എച്ചാൻഡം വില നോക്കും, സൈസ് നോക്കും, എല്ലാം നോക്കിയിട്ട് വെക്കും. എല്ലാം നോക്കിയിട്ട് അതുപോലെ വെക്കും. കാരണം നമുക്ക് പറ്റിയതൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ എച്ചാൻഡം പുതിയ സൈസിലുള്ളതൊക്കെ ഇറങ്ങണം അല്ലേ? ബോഡി ഷേപ്പിംഗ് ഇസ് എ ക്രൈം. അതെ, ക്രൈമാണ്, കുറ്റാർഹമായ ശിക്ഷയാണോ എനിക്കെതിരെ? Come on, let's go to another shop. That is better. മോളിൻ്റെ എല്ലാ ഒരു കൺസെപ്റ്റ് തന്നെ ഇതാണ്, റീറ്റെയിൽ തെറാപ്പി. കടയിൽ കൂടെ കയറുക, സാധനം കാണുക, മേടിക്കാതെ ഇറങ്ങുക, വീണ്ടും ഇറങ്ങുക, കയറുക, ഇത് തന്നെ. നമ്മൾ റീറ്റെയിൽ ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുക. അതെ അതെ, നീ പ്രൊമോട്ട് ചെയ്തിട്ട് വേണമല്ലോ ഇൻഡസ്ട്രി കുതിച്ചു വരാൻ. കുതിച്ചു പോകണം.
തമ്പ്രാട്ടിനെ എങ്ങോട്ടാ പോവാ? Let's go and have some food. Why not? That is also one of our agenda. One of our essential matters. അതാണ്ട് ഇത് ഇതിൻ്റെ ഫ്രണ്ടുകളിലുള്ള ഓരോ തട്ടുകടകളാണ്. മോസ്റ്റ്ലി ഇന്ത്യൻ സ്റ്റഫാണ് കൂടുതലും. ഇത് ഇവിടുത്തെ ഒരു ജ്വല്ലറി ചെയിനാണ്, എഫ് ഹിൻസ്. ഓരോ ഷോ ജ്വല്ലറി ഷോ പീസുകളുമുണ്ട് ഇവിടെ. ഡിസ്നിയുടെ പീസുകളാണ്. പിന്നെ വാച്ച്. ഇത് മിക്ക അത്യാവശ്യം വലിയ ടൗണുകളിലെല്ലാം ഉണ്ട്. എഫ് ഹിൻസ് ഇസ് ഗുഡ്. കാസിയോ വാച്ചുകൾ ഇരിക്കുന്നുണ്ട്. കാസിയോ ജി ഷോക്ക്. മൈക്കിൾ വീഡിയോയിൽ ഇല്ലാത്തപ്പോൾ ഇതാണ് കാരണം. കാറുമ്പം വീഡിയോ എടുക്കൽ ചടങ്ങാണ്. അതുകൊണ്ടാണ് മിക്ക വീടുകളിൽ അവൻ്റെ ബഹളവും കാർച്ചയെ കുസൃതിയൊന്നും കാണാൻ പറ്റും. ഇതാണ് കള്ളി. ഇതാണ് ക്രാഫ്റ്റ് ഹൂപ്പ്. ഇതും ഇതുപോലെ തന്നെ മിക്ക ടൗണുകളിലും ഉണ്ട്. കൂടുതലും ക്രാഫ്റ്റ് പീസുകളാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. മൈക്കിൾ ഇങ്ങനെ സ്വാതന്ത്ര്യമായി വിട്ടാൽ അവന് വളരെ സന്തോഷമാണ്. പക്ഷെ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അതാണ് എല്ലാ ബഹളത്തിൻ്റെയും കരച്ചിലിൻ്റെയും കാരണം ആയിത്തീരുന്നത്. മൈക്ക് സാമന് വേണ്ട സാധനം അവൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കും അറിയത്തില്ല ഇത് എവിടെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മൈക്കിളിന് താല്പര്യമാണ്. ഫുഡും വേണ്ട, ഉറക്കവും വേണ്ട, ഒന്നും വേണ്ട. ഗെയിമിംഗ് ഹെഡിൻ്റെ ഒക്കെ പറ്റിയൊരു കടയാണ്. അല്ലെങ്കിൽ ഹെഡ്സ്, മ്യൂസിക്, പോപ്പ് ഹെഡ്സ്, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ കടയാണ്. ഫുൾ എക്സോട്ടിക് സ്റ്റഫാണ് മൊത്തം. സിനിമ CD, ഗെയിം CD, സോങ് CD, പോപ്പ് കൾട്ട് സാധനം, പഴയ വിനൈൽ ഡിസ്ക് ഒക്കെയാണിത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് കട. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നാലേ ഇതൊക്കെ എനിക്കും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൊച്ചിനെ പോകേണ്ടിടത്ത് വിട്ടേച്ച് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. പഴയ CDs, നൈസ്. പിന്നെ കോമിക് ഫാൻസിന് വേണ്ട സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ലെഗോ. കൂടാതെ ഞാൻ കുറേ ഗെയിം സ്റ്റഫൊക്കെ കണ്ടായിരുന്നു. ഡീമൺ സ്ലെയർ, നറൂട്ടോ, ഡ്രാഗൺ ബോൾ Z,
പിന്നെ വൺ പീസ്. ഇനി ഇതിൻ്റെ എല്ലാ ആക്ഷൻ ഫിഗേഴ്സ് ഉണ്ട്. പിക്കോളോ, വെജിറ്റ, ഗോക്കു, ഇതെല്ലാം ഐ തിങ്ക് ഗെയിം CDs ഒക്കെയാണ്. ഇത് സോങ്ങിൻ്റെ നേച്ചർ അനുസരിച്ച് അല്ല ജോണർ അനുസരിച്ച് മെറ്റൽ, റോക്ക് ആൻഡ് പോപ്പ് ഡാൻസ്, റോക്ക് ആൻഡ് പോപ്പ് അലോൺ, ആ ജോണർ അനുസരിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. very old collections and then new collections and ഇത് themed t-shirts, ഈ പറഞ്ഞ ഡിസൈൻസിലുള്ള ടീഷർട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൊറേമോൻ്റെ ടീഷർട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ഡൊറേമോൻ്റെ അടിയിലുള്ള എടുക്കണം. ഡൊറേമോൻ 19 pounds ആണ്. rather than the ബനിയൻ്റെ മെറ്റീരിയൽ, ആ പ്രിൻറ്റിനാണ് ഈ റേറ്റ് അവർ വില മതിക്കുന്നത്. ആ പ്രിൻറ്റിന് വേണ്ടിയുള്ള വിലയാണ്. സോ ഐ എം നോട്ട് ഷുവർ വെദർ ഇറ്റ്സ് വർത്ത് ഇറ്റ്, ബട്ട് യാ. പക്ഷേ ഇതിന് ഭയങ്കര വലിയ ഓഡിയൻസ് ഇവിടെ ഉണ്ട് ഫോർ ദീസ് കൈൻഡ് ഓഫ് ടീഷർട്ട്സ്. ദേ ഡോണ്ട് ബോദർ അബൌട്ട് ദ പ്രൈസ്. അവർക്ക് it's more of a this even I feel like buying. Oh, nice. Holy aywa, Deadpool Wolverine, nice. My all-time favorite cartoon, Scooby-Dooby-Doo. Oh, nice. So, see, cost is 2,600. Obviously this is the reason even I am also എനിക്കിത് മേടിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇതാണ് ഇതിൻ്റെ കാരണം. പ്രിൻ്റ് ഇതെല്ലാം ആക്ഷൻ ഫിഗേഴ്സ്, Star Wars, and then I don't know what that is. Five Nights at Freddy, I do not know what that is. ഇതിപ്പം ഈ യൂട്യൂബിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ബ്ലൂയി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര്, എന്തോന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ മോൺസ്റ്റർ സ്റ്റഫ്. ഇതെല്ലാം ഓരോ ആക്ഷൻ ഫിഗേഴ്സിൻ്റെ ബോബിൾ ഹെഡ്സ്. ഇത് പോസ്റ്ററാണ്. These guys are browsing that. I think വലിയ പോസ്റ്ററാണ്, ഡോറിൻ്റെ പുറകിലൊക്കെ ഒട്ടിക്കാൻ. ക്യാപ്റ്റൻ അമേരിക്കയുടെ. കൂൾ സ്റ്റഫ്. This is hilarious. ഡോൾസ് എന്ന് പറയുമ്പോൾ ക്യൂട്ടായിരിക്കണം, ലവബിൾ ആയിരിക്കണം. പക്ഷെ വാലക്കും സ്ക്രീമും ഒക്കെ എന്തിനാണോ ഡോളാക്കിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. This as well. These three are literally just the opposite of cuddle and whatever a doll is meant to do, but still this is epic. Guys, ഇത് പോസ്റ്ററാണ്. Squid Game, nice. നമുക്കിത് ഇങ്ങനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ നമ്പർ വെച്ചിട്ട് കൊടുന്നിടുക. ഇത് മിക്കവാറും ഡോറിൻ്റെയൊക്കെ പുറകെ കൊടുക്കാൻ വേണ്ടിയുള്ള
Oh, nice. Spider-Man. Breakfast Club. Ariana Grande. Garfield. Stranger Things. Arcane. That's good. This is Night Before. Deadpool. Oh, cool. Venom. Wow. That's 50 Cent. Tupac. Drake. Weekend. Nice hip hop songs. Nirvana. Star Wars. Oh, the Queen. Super Mario. Cool stuff. Oh, big. Eilish. Eminem. Zelda. Harley Quinn. Oh, Rick and Morty. Wow, nice. PlayStation. Minecraft. Awesome stuff. Oh, Lord of the Rings. Oh, cool. Oh, this is way too cool. Oh, holy. Nice graphic novels. കിട്ടില്ല പൊളി സാധനം. ഓൾമോസ്റ്റ് എല്ലാ കോമിക്സും കാണുമല്ലോ. റോണിൻ, വോൾവറിൻ, ഡെയർഡെവിൾ, അവഞ്ചേഴ്സ്. നൈസ്. മാർവലും DC എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. സ്പൈഡർമാൻ, ഹൾക്ക്, ഹാർലി ക്വിൻ, ജോക്കർ. പൊളി സാധനം. നല്ല ഫൈൻ പ്രിന്റ്. ആഹാ, നൈസ്. ഓ, V4 Vendetta. നൈസ്. ഇതിൻ്റെ പ്രിന്റ് അത്ര പോരാ. ഇതിൻ്റെ മൂവി അടിപൊളിയാണ്. V4 Vendetta. നൈസ്. കൊള്ളാം. ഇതോരോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ഓരോ ആക്ഷൻ ഫിഗേഴ്സും CD-യും ബാക്കി എക്യുപ്മെൻറ്റ്സും എല്ലാം ഉണ്ട്. സോ സ്റ്റോർ ഇസ് കൂൾ. ഓ, ഗ്രീൻ ഡേ. പിങ്ക് ഫ്ലോയിഡ്. This was awesome, guys. പൊളി സാധനം. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ they will go nuts. എനിക്ക് മേടിക്കണമെന്നുണ്ട്. ഈ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേന് മൈക്കിൾ അത് അടുത്ത വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. മൈക്കിൾ ഒരു വണ്ടിയിൽ നിന്ന് മറ്റു വണ്ടിയിലോട്ട് ഇങ്ങനെ കയറിയാൽ എങ്ങനെയാ? ബീപ് ബീപ്. ബീപ് ബീപ്. ഇനിയും വാ, ഇവിടുത്തെ എല്ലാ വണ്ടിയിലും കയറി. നമുക്കിനിയും ബസ്സേ കയറി വീട്ടിൽ പോവാം. വാ, മതി കയറിയത്. പോരെ. 29 miles. ഇത് ഇവിടുത്തെ ഒരു ടൗൺ സെൻറ്ററിലെ ഒരു മെയിൻ മാർക്കറ്റ് ടോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പണ്ടത്തെ മാർക്കറ്റ് നടത്തുമ്പോൾ ഉള്ള കാര്യങ്ങളായിരുന്നായിരിക്കാം. ചർച്ച് സ്ക്വയർ. ഈവനിങ് ആയി. വെയിൽ കാണുമ്പോൾ നിങ്ങളോർക്കും നട്ടുച്ചയായിരുന്നു. പക്ഷേ അല്ല, ഇവിടെ രാത്രിയാറായി. അതുകൊണ്ടാണ് കടക്കാരെല്ലാം കടയടച്ച് വീട്ടിൽ പോകുന്നത്. പക്ഷെ വെയിലിനൊരു കുറവുമില്ല. ചായ കുടിക്കാൻ ചായ വായന കയറി. കൊള്ളാം. ട്രൈ ചെയ്യാൻ കയറിയിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഓഫ് കോഴ്സ്
നൈസ്. നല്ല കറക്റ്റ് ചായ. അയ്യോ പൊള്ളി. ഇച്ചിരി ഷുഗർ കൂടുതലാന്നേ ഉള്ളൂ. കൊള്ളാം. ചായ കൊള്ളാം. ടോസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ അങ്ങോട്ട്. നൈസ്, കൊള്ളാം. കോൾസ്ലോ ആൻഡ് ചിക്കൻ. ഗൈസ് സമോസ ചാട്ട് മേടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടത് ടോസ്റ്റിയാണ്. ദാറ്റ് വാസ് മച്ച് ബെറ്റർ. ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ടായിരുന്നു. ഇതും ഓക്കെ. ഓവറോൾ ചായവാല വാസ് നൈസ്. വാട്ട് ഡു യു തിങ്ക്? അവരുടെ നല്ലതല്ലേ? ശരിയാ. മൈക്കിളിന് ഇഷ്ടപ്പെട്ടോ? Guys, this is Chaiwala for you, and it was good. അമ്മ പുറകെ ഉണ്ട്. വന്നോളൂ, അമ്മ വന്നോളൂ, നീ നടന്നോ. ഗൈസ്, ഇതാണ് കളി. 5 മിനിറ്റ് കൈ പിടിക്കും, പിന്നെ ഇതാ കളി. എടാ കടലൊന്നും കേറല്ലടാ, ഇങ്ങോട്ട് പാടാ. ഇടി എന്തുവാ ഇത്? വന്നേ, എണീറ്റ് എങ്ങോട്ടാ? നമുക്ക് ആ വഴിയാ പോണ്ടേ. ഓക്കോ. അതൊന്നും ഇല്ല, നമുക്ക് വീട്ടിലുണ്ടേ. വാ, നമുക്ക് വീട്ടിലുണ്ടെന്ന്. വാ. പോയി. നമ്മളെ തുണിയൊക്കെ മേടിച്ചു. ഇനി നമ്മൾ മേടിക്കുന്നില്ല. നമ്മളെ വീട്ടിൽ പോവാ. എന്തുവാ? ഫുട്ബോൾ. കൂട്ടം ബോൾ പോയെടുത്തേ. ബോൾ പോയെടുക്കാവോ? അപ്പുകുട്ടന് ബോളുണ്ടല്ലോ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബോൾ കളിക്കാം. ബാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയി ബോൾ കളിക്കാം. ബാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലുണ്ട്, അത് നമ്മുടെ ബോളല്ല. മാൻഡസി കയറണമെന്ന് വെച്ചാ കൈ പിടിക്കുവാണോ? അതിനെ പറ്റി കൈ പിടിക്കാന്ന് വെച്ചേ. നമുക്ക് അങ്ങോട്ടാണ് പോണ്ടേ. അപ്പൊ കുട്ട, ഇത് നമ്മൾ കഴിച്ചതല്ലേ രാവിലെ, എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നത്? ബാ, നമുക്ക് വീട്ടിൽ പോവാം. ബാ, ഇറങ്ങ. എടാ, പുറത്തോട്ട് ഇറങ്ങാൻ. എടാ, ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത് നിന്നോട്. ബാ, ഇതാ വഴി, ഇവിടെയാ, ഇതിലേ വഴി. ബാ, അപ്പാ കാണിച്ചു തരാം. എണീറ്റ്. എണീക്കാൻ. റിട്ടേൺ ബസ് കയറി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.
വീണ്ടും അടുത്ത പരിപാടി വരുന്നേക്കും വരെ ബൈ ബൈ.